സമൂഹത്തിൽ ഇപ്പൊ ജോലിയുള്ള ഭർത്താക്കന്മാർ മരിക്കുമ്പോൾ അവരുടെ പെൻഷൻ അവർക്ക് കിട്ടും. അപ്പൊ അവർക്ക് അവരുടെ ജീവിതം പ്രശ്നമില്ലാതെ കടന്നു പോകും. ഞങ്ങൾ ജനപ്രതിനിധികൾ എന്ന നിലയിൽ സമൂഹത്തിലേക്ക് ഇറങ്ങി ചെല്ലുന്ന ആളുകളാവുമ്പോൾ തീരെ പാവപ്പെട്ട ആളുകളുണ്ട്. കൊച്ചു ചെറുപ്പത്തിൽ ഭർത്താവ് മരിച്ചു പോന്നു, അവർക്ക് വേറെ ഒരു വരുമാനവും ഇല്ലാതെ അവരുടെ ജീവിതം മുമ്പോട്ട് അവരുടെ കുടുംബത്തിന്റെ ബാലൻസ് ഷീറ്റ് മെയിൻറ്റെയിൻ ചെയ്യാൻ സാധിക്കാത്തൊരവസ്ഥയുള്ള ഒത്തിരി ഫാമിലീസ് ഞങ്ങൾ കണ്ടുമുട്ടാറുണ്ട്. അപ്പൊ ഈ സാർ പറഞ്ഞതുപോലെ 20 ലക്ഷത്തോളം വിധവകൾ ഇന്ന് നമ്മുടെ കേരള സംസ്ഥാനത്തോളം. ഓക്കെ, താങ്ക് യു. അപ്പൊ അങ്ങനെയാണെങ്കിൽ പോലും ഈ പറയുന്ന വിധവകൾക്ക് വിധവാ പെൻഷൻ അലൗഡ് ആണെങ്കിൽ പോലും അതിനും ചില നിയന്ത്രണങ്ങളുണ്ട്. 1 ലക്ഷം താഴെ വരുമാനമുള്ള വിധവമാർക്ക് മാത്രമാണ് വിധവാ പെൻഷൻ കിട്ടുന്നുള്ളൂ. അപ്പൊ അതിന് അർഹതപ്പെട്ട മറ്റിപ്പോ നമുക്കറിയാം, പൊതുസമൂഹത്തിൽ നിൽക്കുന്ന അനേകം കുടുംബത്തിലെ മക്കള് പേരൻസിനെ കെയർ ചെയ്യാതെ മുമ്പോട്ട് പോകുന്ന കുടുംബങ്ങൾ ധാരാളമുണ്ട്. അപ്പൊ ഇതുപോലെ വിധവകളായിട്ടുള്ള സ്ത്രീകൾക്ക് ഈ മക്കളിൽ നിന്ന് സംരക്ഷണം കിട്ടാതെ ഭർത്താവില്ലാതെ വരുമ്പോൾ അവരുടെ ജീവിതം മുമ്പോട്ട് പോകാൻ ഏറെ പ്രതിസന്ധിയിലൂടെ കടന്നു പോവുകയാണ്. അപ്പൊ അവർക്ക് തുച്ഛമായ ഒരു വരുമാനം കിട്ടത്തക്ക രീതിയിൽ ഇപ്പൊ വക്കീൽ പറഞ്ഞ പോലെ അല്ലെങ്കിൽ ഡോക്ടർ പറഞ്ഞ പോലെ സ്വന്തമായ ഒരു വരുമാനം, കുക്കു പറഞ്ഞതുപോലെ സ്വന്തമായ ഒരു വരുമാന മാർഗം കണ്ടുപിടിക്കുവാനായിട്ട് എല്ലാവർക്കും ഒരേപോലെ സാധിക്കണമെന്നില്ല. അപ്പൊ അതിനൊരു സമൂഹം നമ്മുടെ പ്രമീള മാം പറഞ്ഞ പോലെ നമ്മുടെ സമൂഹത്തിലെ അത്യാവശ്യം ഭാഗ്യം ചെയ്തവരാ നിങ്ങളൊക്കെ. ഇതിന് ഒരു മാർഗവും ഇല്ലാത്തവരും വിധവകളായിട്ട് ഇല്ലേ? അവരൊക്കെ എന്ന് പറഞ്ഞാൽ അവരൊക്കെയാണ് ശരിക്കും സഫർ ചെയ്യുന്നത്. ഇവരിപ്പോ ഈ പറയുന്ന മാതിരി നമ്മൾ അവർക്കൊക്കെ മോട്ടിവേഷൻ, ഇതുപോലെ നിറയെ സെൽസ് ഉണ്ട്, ഇവരെയൊക്കെ മോട്ടിവേറ്റ്, ഇതുപോലെ പാവപ്പെട്ടവർ ചെല്ലുമ്പോൾ ഇവരെ മോട്ടിവേറ്റ് ചെയ്ത് നിങ്ങൾ പണി ചെയ്യാം, നിങ്ങൾക്ക് വർക്ക് ചെയ്യാം, നിങ്ങൾക്ക് എന്തിനും ഞങ്ങളൊക്കെ ഉണ്ട് എന്ന് നമ്മൾ പുറത്തു നിന്ന് ഞങ്ങൾ എല്ലാവരും പറയും. ഇവർ ഇതും വിചാരിച്ച് ഈവനിങ് ഒരു വർക്കിന്, വൈകിട്ട് ഒരു വർക്കിന് ഇങ്ങനെ പോയിട്ട് ഇവർ കുട്ടികളെ സംരക്ഷിച്ച് ഞാനും മുന്നേറും പറഞ്ഞു പോയാൽ അവർക്ക് കൊടുക്കുന്ന ലേബിളേ ലോകം വേറെയാണ്. ഇപ്പൊ മാം പറഞ്ഞ ഒരു ലൈഫും, ഒരു മാരീഡ് ലൈഫ്, ഒരു ഹസ്ബൻഡും വൈഫും ഉണ്ടെങ്കിലും ഇറ്റ് ഈസ് എ കോംപ്രമൈസ്. ഈ ഫേസ്ബുക്കിൽ കാണുന്നതല്ല ലൈഫ്, ഇറ്റ്സ് എ കോംപ്രമൈസ്. അത് 50-50 ആണെങ്കിൽ ഫൈൻ, 60-40, മാക്സിമം 80-20 കോംപ്രമൈസിലാണ് ഐദർ ഓർ പോയിക്കൊണ്ടിരിക്കുന്നത്. ഫേസ്ബുക്കിൽ കാണുന്നതല്ല ലൈഫ്, അല്ല, ഒരിക്കലും അല്ല. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.